ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 7-ാം അധ്യായം 4-ാമത് വാക്യം. ആ വചനം ഇങ്ങനെ വായിക്കുന്നു: കിടക്കുന്നേരം ഞാൻ എപ്പോൾ എഴുന്നേൽക്കും എന്ന് പറയുന്നു, രാത്രിയോ ദീർഘിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള ചിന്തയാണ്. ഇയ്യോബിൻ്റെ ജീവിതത്തിനകത്ത് കടന്നു വന്നിരിക്കുന്നതായ നഷ്ടങ്ങളുടെയും വേദനകളുടെയും പ്രയാസങ്ങളുടെയും ഒക്കെ നടുവിൽ താൻ രാത്രിയിൽ ഉറങ്ങുവാൻ വേണ്ടി കിടക്കുന്നു എങ്കിലും വേണ്ടതുപോലെ തനിക്ക് ഉറങ്ങുവാൻ കഴിയായിക കൊണ്ട് രാത്രികളൊക്കെയും വളരെ ദൈർഘ്യമുള്ളതായി തോന്നുന്നു എന്ന് താൻ ഓർമ്മപ്പെടുത്തുകയാണ്. എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിനകത്ത് ചില പ്രയാസങ്ങൾ, ചില പ്രതിസന്ധികൾ, ചില നഷ്ടങ്ങൾ, ചില കടങ്ങൾ, ചില രോഗങ്ങൾ, ചില ഒറ്റപ്പെടുത്തലുകൾ ഒക്കെ കടന്നു വന്നിട്ടുള്ള ഘട്ടങ്ങളിൽ നമുക്ക് വേണ്ടതുപോലെ രാത്രികളിൽ ഉറങ്ങുവാൻ കഴിയാതെ നാം ചിന്താഭാരത്തോടെ കിടന്നിട്ടുള്ള സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാം. ആ രാത്രികളും ഇയ്യോബ് ഓർമ്മപ്പെടുത്തുന്നതുപോലെ ഒത്തിരി ദൈർഘ്യമുള്ള ഒരു രാത്രിയായി നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാകാം. അതേ കാര്യം തന്നെയാണ് ഇയ്യോബും ഓർമ്മപ്പെടുത്തുന്നത്. ഭക്തന്മാരുടെയൊക്കെ ജീവിതത്തിനകത്ത് ഒരുപാട് നിരാശപ്പെടുത്തുവാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. അവിടെ ഉറങ്ങുവാൻ കഴിയാത്തവരായി, വേണ്ടതുപോലെ സന്തോഷിപ്പാൻ കഴിയാത്തവരായി, സങ്കടപ്പെട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുള്ള അനവധി ഭക്തന്മാരെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ചുരുക്കമായ ചില വ്യക്തികൾക്കു വേണ്ടി ദൈവം അത്ഭുതം ചെയ്യുകയും അവർക്ക് പ്രതിസന്ധികളുടെ നടുവിൽ സന്തോഷത്തോടെ കിടന്നുറങ്ങുവാൻ കഴിഞ്ഞിട്ടുള്ള ഘട്ടങ്ങളുമുണ്ട്. ഇസഹാക്കിനെ പറ്റിച്ച് ഏശാവിനെ ഭയന്ന് വീട് വിട്ടു പോകുന്ന യാക്കോബ് മരുഭൂമിയുടെ ഏകാന്തതയിൽ എങ്ങനെ നേരം വെളുക്കുമെന്ന് ചിന്തിച്ച ഘട്ടമുണ്ട്. അവിടെ ദൈവസാന്നിധ്യം യാക്കോബിന് വേണ്ടി ഇറങ്ങി വന്നു, ദൈവം അത്ഭുതം ചെയ്തു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. കാരാഗ്രഹത്തിനകത്തടയപ്പെട്ട പത്രോസ് ബന്ധനസ്ഥനായി കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ എങ്ങനെ എന്ന് ചിന്തിക്കുന്നതായ ഘട്ടമുണ്ട്. എന്നാൽ തന്നെ വിടുവിപ്പാൻ കഴിവുള്ള ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് ആ കാരാഗ്രഹത്തിനകത്ത് തനിക്ക് സുഖനിദ്രയ്ക്ക് തന്നെ സഹായിപ്പാനിടയായിട്ടുണ്ട്. മാത്രമല്ല, പൗലോസ് യഹൂദന്മാരാൽ പിടിക്കപ്പെടുകയും കാരാഗ്രഹത്തിനകത്ത് അടയ്ക്കപ്പെടുകയും ചെയ്ത ഘട്ടമുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ ദൂതൻ രാത്രിയിൽ പൗലോസിൻ്റെ അരികിൽ ഇറങ്ങി വന്ന്, നീ യെരൂശലേമിൽ നിന്നതുപോലെ റോമയിലും നിൽക്കും എന്നോർമ്മപ്പെടുത്തിയ വാക്കുകൾ തന്നെ ധൈര്യപ്പെടുത്തുവാൻ ഇടയായി തുറന്നിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിനകത്ത് ഉറങ്ങുവാൻ കഴിയാത്ത തലത്തിലുള്ള രാത്രികൾ, ദീർഘമാക്കുന്ന രാത്രികളുടെ അനുഭവങ്ങൾ കടന്നു വരുമ്പോഴും ഞാൻ ഓർമ്മപ്പെടുത്തി പറയുന്ന വാക്കുകൾ, യാക്കോബിനെ പോലെ ആ ദൈവ സാന്നിധ്യമൊന്ന് കാണുന്നു എങ്കിൽ, പത്രോസിനെ പോലെ ദൈവത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് മനസ്സിലാക്കുന്നു എങ്കിൽ, പൗലോസിനെ പോലെ ദൈവശബ്ദം കേൾക്കുവാൻ സാധിക്കുന്നു എങ്കിൽ നമുക്ക് ധൈര്യത്തോടെ രാത്രികൾ തള്ളി നിൽക്കുവാൻ കഴിയും. ആ ഒരനുഭവമുള്ളവരായി നമുക്ക് തീരേണ്ടതിന്
ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരുമായി തീരാം. അതിനെ കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ദൈവം കൃപ നൽകട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങൾ ഉറങ്ങുവാൻ കഴിയാത്ത രാത്രികളും ദൈവത്തിൽ വിശ്വാസമുറപ്പിച്ച് ആ തലത്തിൽ ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതം മുൻപോട്ട് കഴിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഉറങ്ങുവാൻ കഴിയുന്നതിനപ്പുറത്തുള്ള പ്രശ്നങ്ങൾ ഞങ്ങളുടെ മുൻപിലുണ്ട്. എന്നാൽ ആ പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ കഴിവുള്ള ദൈവം ഞങ്ങളോടുകൂടെ ഉണ്ടെന്ന് വിശ്വസിച്ച് ഞങ്ങൾക്ക് മുന്നേറുവാനിടയാകണം. ദൈവം സഹായിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.